ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മലയാളം റെസിപ്പീസ് ഓർ സിമ്പിൾ ചാനൽ. ഇന്ന് നമുക്കൊരു ടെസ്റ്റിമോണിയൽസ് ഉണ്ട്. ഫെബീന ബി ട്രൈ ചെയ്തിരിക്കുന്നു നമ്മുടെ തലശ്ശേരി ചിക്കൻ ബിരിയാണി. ഇത് ഈദിന് ട്രൈ ചെയ്തു, ഹസ്ബൻഡിനെ ഇംപ്രസ് ചെയ്തു, ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. താങ്ക്സ് എ ലോട്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എൻ്റെ റെസിപ്പീസ് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഇമെയിൽ അയക്കൂ, recipesarsimple@gmail.com. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പലിഞ്ഞീൻ അല്ലെങ്കിൽ മീൻ മുട്ട ഫ്രൈ. ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? കുറച്ച് ഡിഫറെൻ്റാണ്. കാണാനൊന്നും വലിയ ഭംഗിയില്ല ഈ പലിഞ്ഞീൻ അല്ലെങ്കിൽ മീൻ മുട്ട. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ വറ്റിച്ച് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇതിപ്പോൾ ഞാൻ കിങ് ഫിഷിൽ നമ്മുടെ നെയ്മീൻ്റെ 250 ഗ്രാംസിൻ്റെ പലിഞ്ഞീൻ മീൻ മുട്ടയാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും ആദ്യം ഇത് ക്ലീൻ ചെയ്യണം. ഇതിന് കറുത്ത മെംബ്രെയിൻസ് വല്ലതുണ്ടെങ്കിൽ ഒക്കെ കട്ട് ചെയ്ത് മാറ്റി കളയണം. ഈ കറുപ്പുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വെട്ടിക്കളയാം, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു കയ്പ്പ് ചുവ ഉണ്ടാവും. അപ്പോൾ ക്ലീൻ ചെയ്ത് നല്ലോണം റിൻസ് ചെയ്ത് പലിഞ്ഞീൻ ഒരു മൺചട്ടിയിലേക്ക് ആഡ് ചെയ്യുക. ഇതിനോടൊപ്പം ഒരു 1-2 ചുവന്നുള്ളി, ഒരു 5 വലിയ അല്ലി വെളുത്തുള്ളി, 2 വലിയ കഷ്ണം ഇഞ്ചി, തൊലിയൊന്നും കളയണ്ട. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. കൂടുതൽ ക്രഷ് ചെയ്യണ്ട, കാരണം പിന്നീട് നമുക്കിതെടുത്ത് മാറ്റാനുള്ളതാണ്. ഇതെല്ലാം കൂടി ആ മൺചട്ടിയിലേക്ക് ആഡ് ചെയ്യുക. അതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ അധികം എരിവില്ലാത്ത പച്ചമുളക്, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണിലും ശകലം കൂടുതൽ മഞ്ഞൾപ്പൊടി, ഒരു കൈ നിറയെ കറിവേപ്പില, പിന്നെ ഞാനൊരു കുടംപുളിയുടെ ഒരു ചെറിയ പീസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല പുളിയുള്ളതാണ്, അതുകൊണ്ട് ഒരു പീസ് മതി. പിന്നെ ഇപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണിൽ ശകലം കൂടുതൽ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് നമുക്ക് ലേറ്റർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാലും ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനി അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിക്കണം. ഒന്ന് ഇളക്കി കൊടുക്കുക. തിളച്ചതിന് ശേഷം തീ കുറച്ചിട്ട് ചെറിയ തീയിൽ വറ്റിച്ചെടുക്കണം. മൂടിയൊന്നും വെക്കണ്ട, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിങ്ങനെ വറ്റി വരുമ്പോൾ ആ തേങ്ങാപ്പാലൊക്കെ കുറുകി ഈ പലിഞ്ഞിൻ്റെ ചുറ്റും ഒരു തിക്ക് സോസ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടാകും. അടി പിടിക്കാതെ സൂക്ഷിക്കുക. ഇത്രയും കട്ടിയായി വരുമ്പോൾ തീയിന്ന് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് ഇത് പൊരിച്ചെടുക്കണം. പലിഞ്ഞീൻ ആഡ് ചെയ്യുന്നതിന് മുമ്പ് അതിൽ ചതച്ച ഇൻഗ്രീഡിയൻസ് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ എടുത്ത് മാറ്റി കളയുക, അല്ലെങ്കിൽ അത് കരിഞ്ഞ ടേസ്റ്റ് വരും. ഇനി നമുക്ക് പലിഞ്ഞീൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഒന്ന് ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ ഒന്നും കൂടി ഫ്രീക്വൻ്റ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അത് നല്ലൊരു ചെറുതായി ക്രിസ്പും ഡാർക്ക് ഗോൾഡൻ കളറാകുമ്പോൾ ഇത്തിരി വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ഓവർ ഫ്രൈ ചെയ്യരുത്, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റും പോവും, ഇത്തിരി ഹാർഡായി പോവും. കുറച്ച് സോഫ്റ്റ്നെസ് റിമൈൻ ചെയ്യുമ്പോൾ തന്നെ നിർത്തണം. അപ്പോൾ എളുപ്പത്തിൽ പലിഞ്ഞീൻ ഫ്രൈ, വറ്റിച്ച് ഫ്രൈ ചെയ്ത പലിഞ്ഞീൻ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.